നോബിയായിട്ട് സ്റ്റേജിൽ ഒരുമിച്ച് പോയിട്ടുണ്ട്. ചേട്ടൻ, ഞാൻ, സുരേന്ദ്രൻ, ആരോടും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെഞ്ഞാറമൂട് ഒരു റെസിഡൻസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഈ വെഞ്ഞാറമൂട് ആസ്ഥാന അനൗൺസറാണ് സുരാണ്. ഏത് വണ്ടിയിലും സുരാൻ്റെ ശബ്ദമുള്ളൂ. ഫീമെയിൽ മെയിൽ വോയിസിൽ ഇങ്ങനെ അനൗൺസ്മെന്റ്. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് സുരാണ് എല്ലാ പാർട്ടിക്കും സുരാണ്. എൻ്റെ അനിയനും ഇവനും കൂടെ ഒരു കുഞ്ഞു ട്രൂപ്പുണ്ട്, മാട്ട മാതിരി. അപ്പോൾ ഇവൻ പറഞ്ഞ്, ചേട്ടാ എനിക്ക് ഫസ്റ്റ് നമ്മളൊന്ന് അനൗൺസ് ചെയ്യണം, റോട്ടറി ക്ലബിൻ്റെ എന്തോ ഒരു ഫംഗ്ഷനാണ്, ഒന്ന് അനൗൺസ് ചെയ്യണം, ചേട്ടൻ വന്ന് സ്റ്റാർ ചെയ്യുമെന്ന് വെച്ച് ഗസ്റ്റായിട്ട്. ഞാൻ പറഞ്ഞാൽ വരാം, നിങ്ങൾ റെഡി ആക്കിക്കോ, ഞാൻ ആ ടൈമിങ്ങിനകത്ത് എൻ്റെ റെക്കോർഡിങ് കഴിയട്ടെ. അപ്പോൾ ഇവരോട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എല്ലാ പാർട്ടിക്കും വിളിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥി സഖാവ്. അപ്പോൾ ഇതിങ്ങനെ പറയുന്നു. പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥി ഇന്നയാള്, അത് മെയിലും ഫീമെയിലും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥി സഖാവ് ഇന്നയാള് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇലക്ഷൻ സമയം കൊണ്ട് ഫുൾ ടൈം എനിക്ക് ബിസിയാണ്. അനൗൺസ് ചെയ്ത അവസാനം തൊണ്ടയൊക്കെ പൈസയും കിട്ടും, 150 രൂപയൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് യുവമാർ വീണ്ടും ഒരു ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത്, ചേട്ടാ പരിപാടി തുടങ്ങി, പിന്നെ ഇനി സ്റ്റാറാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യുവമാരുടെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, ചേട്ടാ കൊലയ്ക്ക് കൊടുക്കരുത്, നമ്മളെ മിമിക്രി സ്കിറ്റെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഇത്തിരി കയറി അനൗൺസ് ചെയ്ത് സ്റ്റാർ ചെയ്യും, ഇതാ വേറൊരുത്തനും കൂടെ ഉണ്ട്. അപ്പോൾ ചെന്നുടനെ ഇവ മൈക്കെടുത്ത് തന്നു, അരുൺ തിലകൻ. അപ്പോൾ എൻ്റെ അനിയൻ തിലകനെ എടുക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് അപ്പം കയറി വന്നതല്ലേ, തിലകൻ. സഹൃദയരെ, മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമാ രംഗത്തെത്തിയ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സഖാവ് തിലകൻ. സഖാവ് തിലകൻ അത്രയും നേരം നമ്മളെ ഈ സഖാവ് പറഞ്ഞു. എന്നിട്ട് അവതരിപ്പിച്ചോ പുള്ളി? ഏത് വരണമെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റാർ ഇടതുപക്ഷ ക്ഷമിക്കണം, ഇല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെ സ്റ്റാർസിന്റെ കൂടെ രാവിലെ തൊട്ട് ഇതല്ലേ സർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സഖാവെന്നൊക്കെ വന്നു. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? നോബി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കോമഡി സ്കിറ്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഹ്യൂമർ ആണല്ലേ, ഹ്യൂമർ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സുരാജിന്റെ അനുജൻ നല്ല മിമിക്രി കലാകാരനായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. ഇന്നേക്ക് 3 വർഷം. ആണോ? 3 വർഷം പൂർത്തിയായി. അത് ഒരു ആക്സിഡന്റിൽ ഇവനും കൂടെ പോയപ്പോഴാണ് വണ്ടി. അപ്പൊ ഗംഭീര കലാകാരനായിരുന്നു, ഇവൻ്റെ കൂട്ടത്തിലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് നോബിക്കും ഇങ്ങനെ ഒരു ചെറിയ ഈ കാലിന് ആണല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെഞ്ഞാറമൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ ആക്സിഡന്റ്, സുരാജിന്റെ കൈയുടെ അതൊരു വലിയ സംഭവമല്ലേ, കൈയുടെ ആക്സിഡന്റ്? പിന്നെ അതെന്താ പറ്റിയത് ശരിക്കും കൈയുടെ? ഈ കൈയുടെ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കാൻ പോയി. അപ്പം അത് നല്ലൊരു കഥയാണ് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു പയ്യനുണ്ട്. അപ്പം അവന് റിസൾട്ട് ജയിച്ചേ ഉള്ളൂ, പക്ഷെ അവന് ബൈക്ക് എടുത്തു കൊടുത്തു. ബൈക്കല്ല, സൈക്കിളുണ്ടല്ലോ, BSA സൈക്കിൾ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും സൈക്കിളൊന്ന് ഓടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കും കൂടെ ഒന്ന് ഓടിക്കാൻ തരുവിടാ എന്ന് പറഞ്ഞാൽ ശരി തരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ ലോഡെടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇവൻ ഈ ഗൾഫുകാരൻ്റെ മകനായതുകൊണ്ട് ഈ കൈലി, അന്നത്തെ സിൽക്ക് കൈലിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കും, ഇതിങ്ങനെ പോകും, ഇവൻ ഇങ്ങനെ മൂടിയിട്ടാക്കിയിട്ടാണ് തിരിച്ചു കയറുന്നത്. നല്ല സ്പീഡല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം കട്ടറിൽ വീണപ്പോൾ ഇവ ഇങ്ങനെ ആക്കിയപ്പോൾ ഹാൻഡിൽ വെട്ടി. ഞാൻ പറഞ്ഞു, അങ്ങനെ ആക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും പുള്ളി ഇങ്ങനെ ആക്കി ഇതങ്ങ് തിരിഞ്ഞ് ഞാൻ എണീറ്റങ്ങ് പോയി, തെറിച്ചു പോയി വീണ്. എനിക്ക് ഒറ്റ ഒടിവ്, മറ്റവന് ഇങ്ങനെ പടപടാ ഒടിവാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ പേടിച്ച് വണ്ടിയും വിളിച്ച് ഇവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഈ ടൈം മാറിപ്പോയി. ഇവനെ എത്തിച്ചതിന് ശേഷം ഞാൻ എടുത്തപ്പോൾ എൻ്റെയും കൈ ഇങ്ങനെ ഓടിപ്പിടിക്കുക. അപ്പോൾ അടുത്ത വണ്ടി വിളിച്ച് ഞാൻ അവിടെ ചെന്നുമ്പോഴത്തേനും ആളുടെ ഒരു OP ഉണ്ട്, അതായത് ഒരു ഡോക്ടറുടെ. അതിൽ ആളെ കിട്ടി. എനിക്ക് എബ്രഹാം തോമസ് എന്ന് പറയുന്ന സാറിനെ കിട്ടി. അവിടെ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്ത് വിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്ററൊക്കെ ഇളക്കി. പിന്നെ കൈ ഇങ്ങനെ ഇരിക്കും, നിവരത്തില്ല, കൈ ഇങ്ങനെ ഇരിക്കും, കമ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി. അപ്പം ഞാൻ വീണ്ടും ഡോക്ടറെ വിളിച്ചു പറയും, സാർ എങ്ങനെയെങ്കിലും എൻ്റെ ഈ കൈ ഒന്ന് നിവർത്തി കിട്ടണം. വെള്ളിയാഴ്ച വാ. വെള്ളിയാഴ്ചയാണ് പുള്ളിയുടെ OP. വെള്ളിയാഴ്ച വാ. മെഡിക്കൽ കോളേജിൽ. അങ്ങനെ വീണ്ടും ചെന്നിട്ട് എനിക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്, കൈ ഒന്ന് നിവർത്തി തരണം. അങ്ങനെ നിവർത്തി.
കൈ നിവർത്തി ഓപ്പറേറ്റ് ചെയ്ത് എല്ലാം വന്ന് കറക്റ്റ് 1 മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുത്ത് പിന്നെ കൈ മടങ്ങില്ല, ഇങ്ങനെ ഇരിക്കും. പിന്നെ വെള്ളമൊക്കെ കോരുന്ന ഇങ്ങനെ. ഇതെനിക്ക് വലിയ ബാധ്യതയായി. അങ്ങനെ വീണ്ടും ഞാൻ വിളിച്ച്, സാർ വിളിച്ചതല്ല, നമ്മളവിടെ പോയി കാണും. സാർ ഇങ്ങനെയാണ്, എനിക്ക് കൈ നിവരുകയും ചെയ്യണം മടങ്ങുകയും ചെയ്യണം, അതിനെന്ത് വേണം സാർ? വെള്ളിയാഴ്ച വാ. വീണ്ടും വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ചെല്ലുന്നു, ഒന്നുകൂടെ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി. ഇപ്പം കൈ നിവരേയില്ല മടങ്ങേയില്ല. ഇത്രേ ഉള്ളൂ മൂവ്മെൻറ്റ്. ഇങ്ങനെ ആക്കി തന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഈ ആശ്ചര്യം നിറഞ്ഞു നിൽക്കുന്ന വെള്ളിയാഴ്ച. അതിനുശേഷം സിനിമാ നടനായപ്പോഴും വെള്ളിയാഴ്ചകളിലാണ് സിനിമ ഇറങ്ങുന്നത്. വെള്ളിയാഴ്ച, ഓ ഈശ്വര, ഗംഭീരാവൂ ഇങ്ങനെയുള്ള ഒരു പേടി ഇപ്പോഴും വെള്ളിയാഴ്ചകളെ പേടിക്കും. കൈയുടെ ആക്സിഡന്റ്. ഈ ആക്സിഡന്റ്